ലാലേട്ടന്റെ മനസ്സിലൊരു കുട്ടി ഉണ്ടെന്ന് എല്ലാരും എപ്പോഴും ലാലേട്ടൻ ഇനിയും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പ്രണവൊക്കെ ഫിലിം കണ്ടിരുന്നോ? So please. പടം കണ്ടിറങ്ങുന്നൊരു ഫീലാണ് നമ്മൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനിന്ന് ലാലേട്ടനെ കണ്ടു. നമുക്ക് അവർ നമ്മൾ ഷോർട്ട് വെച്ച് വലിയ ഇൻട്രഫിയർ ചെയ്യും, ചില സജഷൻസ് പറയും. പക്ഷെ ഇതുപോലുള്ള കഴിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തി അങ്ങനെ നമുക്ക് ഫ്രീഡം തരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും ആ ലാസ്റ്റൊക്കെ നമുക്ക് ശരിക്കും റിയലി ഇമോഷണൽ ഡയറക്ടർ മോഹൻലാൽ. എനിക്ക് ഒരു ഫാന്റസി മൂവി ബഫാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, ഓഫ്കോഴ്സ്. ആൻഡ് കുട്ടികൾക്കും ഇഷ്ടമാവും എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പൊ ലാലേട്ടന്റെ മനസ്സിലൊരു കുട്ടി ഉണ്ടെന്ന് എല്ലാരും എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്. അപ്പം ഐ തിങ്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്, മാത്രമല്ല. ഈ ഫിലിം കണ്ടതിന് ശേഷം ലാലേട്ടൻ ഇനിയും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആക്ച്വലി ആക്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ ദിവസം വീട്ടിലിരുന്ന് മാറി നിൽക്കും. അപ്പൊ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ഡയറക്ടേഴ്സിന്റെ ഭാര്യയെ പറ്റി ഞാൻ ആലോചിച്ചു പോയി. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേയിലിരുന്ന് റിലീസാവുന്ന അന്ന് വരെ അവർ മാറി നിൽക്കുന്നു. ആ ഒരു ഇത് ആലോചിക്കുമ്പോൾ നേരെ പോലെ തോന്നും. ബട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വന്നിട്ട് So please. So let it be comfortable. Please. Please, let it be comfortable, please. Please don't do that, sir. എനിക്കിഷ്ടായി. അവരുടേത് അവര് പറയണം, ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രണവൊക്കെ ഫിലിം കണ്ടിരുന്നോ? കണ്ടു. അപ്പൊ എന്താണ് അവരുടെയൊക്കെ അഭിപ്രായം? എല്ലാവർക്കും അവരുടെ ഉള്ളിലൊരു കുട്ടിയുള്ളത് ആ കുട്ടിക്ക് ഇഷ്ടായി എന്നാണ് പറയുന്നത്. എല്ലാരും കരുതിയത് ലാലേട്ടൻ ഫസ്റ്റ് ഡയറക്ട് ചെയ്യുമ്പോൾ പ്രണവിനെ എല്ലാരും വിചാരിച്ചല്ലേ, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു.